ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വായ്പുണ്ണിന് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. ഗുളിക വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുന്നുണ്ട്. പിന്നെ കന്നിക്കൂർക്ക ഡയലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നീരൊക്കെ എത്തിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ബദരീങ്ങാൾ ആണ്ടിൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് വിശേഷങ്ങളും ബദരീങ്ങാൾ ആണ്ടിൻ്റെ അന്നത്തെ നമ്മുടെ ചെറിയ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളവിടുത്തെ പള്ളിക്കൊന്ന് ഇറച്ചിയാണ് കേട്ടോ കിട്ടുക, ബീഫ് പോത്തിൻ്റെ ഇറച്ചിയാണ് കിട്ടുക. പത്തിരി നമ്മൾ പെരയിലുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ എൻ്റെ ഭാഗത്തൊക്കെ നെയ്ച്ചോറ് ഇറച്ചിയാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അമ്മ അതവിടെ പത്തിരി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. നേരത്തെ തന്നെ ആക്കി വെക്കുന്നുണ്ട് പത്തിരി. ബദർ ദിനം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണല്ലേ. അന്ന് വീടുകളിൽ പ്രത്യേകം മൗലിദും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഒരു വലിയ ആഘോഷം തന്നെ ആയിരുന്നു അല്ലേ പണ്ടൊക്കെ. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ആ പഴയ പണ്ടത്തെ ഇപ്പോഴും പണ്ടത്തെ ശീലങ്ങളൊക്കെ ഇപ്പോഴും മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഒന്നുകൂടി വാട്ടർ അതേപടി കൊടുക്കണം. അതാ പത്തിരി പണിയൊക്കെ ഏകദേശം ഇതാ പരത്തി കഴിയാനായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട് പറഞ്ഞിമ്മ. അപ്പോൾ ഒന്ന് നേരെ പൊട്ടാതെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചട്ടിക്ക്. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചിട്ട് ഇടുകയാണ്. പിന്നെ അവിടുന്ന് പള്ളിക്കല ഇറച്ചി വാങ്ങാനും വേണ്ടിയിട്ട് ഇവിടുന്ന് ഇപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇറച്ചി വാങ്ങാൻ.
അപ്പോൾ അതിന് വേണ്ടി കാത്തുതിരിക്കുകയാണ് കേട്ടോ മക്കളെ വിചാരം നെയ്ച്ചോറ് കിട്ടുന്നതായിരുന്നു. പക്ഷെ നെയ്ച്ചോറ് കിട്ടിയില്ല. പള്ളിക്കന്ന് ഇറച്ചിയാണ് കേട്ടോ കിട്ടിയത്. നിങ്ങളൊക്കെ അവിടുത്തെ പള്ളിക്കന്ന് എന്താണ് കിട്ടിയത്? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അങ്ങനെ പള്ളിക്കത്തെ ഇറച്ചിക്ക്? ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കും ഉമ്മാക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വെക്കണ മാതിരി ആവില്ല. ഒരു പ്രത്യേക ഫീലാണ് കഴിക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. അപ്പം നിങ്ങളവിടെയൊക്കെ എന്താണ് ബദ്രീങ്ങളാൻ്റെ അന്ന് ഉണ്ടാക്കിയത്, സ്പെഷ്യലൊക്കെ എന്തായിരുന്നു എന്നൊക്കെ കമൻറ്റിൽ എഴുതുക. നിങ്ങളെ ഒരു ലൈക്കും കമൻറ്റൊക്കെ നമുക്ക് കാണുമ്പോൾ പിന്നെ വീഡിയോസ് ഇടാനും ഒക്കെ നമുക്ക് തോന്നും. നമ്മളെ ചാനലിന് എന്തോ ഒരു പണി വന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങളെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ. ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ചാനലിന്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം കേട്ടോ. എന്നാലേ നമ്മളെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അതെങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ റെഡി ആക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കളിക്കാൻ പോയതാണ്. കുട്ടിനെ നോക്ക്. ബീഫ് അപ്പോൾ അതാ പള്ളിക്കൽ ഇറച്ചി കിട്ടിയതിൽ കുറച്ച് കവറിൽ വെള്ളം ഒഴിച്ചിട്ട് ചാറുമാതിരി ആക്കിട്ടോ. പിന്നെ അത് നമ്മളെ മെയിൻ പരിപാടി ഇതാ കോഴിനെ കൂട്ടിലാക്കണതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മോൻക്ക് വേണ്ടിയിട്ട് നിയത്താക്കി വെച്ച കോഴിയാണ്. അവൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 1-ാം തീയതി ആയിട്ടാണ് അവൻ്റെ ബർത്ത്ഡേ വരുന്നത്. ആ സമയത്ത് അറക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ.
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن അപ്പോൾ ഇതാ മക്കൾക്ക് ഇതാ പത്തിരി ഇറച്ചി കൊടുത്തിട്ടാ. ചക്കക്ക് വേണ്ടി ഇവിടെ തല്ലായിരുന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നായിരുന്നു ചകരൻ ഒരു ചെറിയ കഷ്ണം ചക്ക. അപ്പോൾ ഉമ്മാക്ക് കൂടെയെന്ന് വിചാരിച്ചു ഇടക്കിടക്ക് മക്കൾക്ക് ഒക്കെ കണ്ടാൽ പിന്നെ വേഗം കഴിക്കും. വേറെ ആൾക്ക് ഉണ്ടാകുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.